റോഡ് അപകടങ്ങളെക്കുറിച്ച് 300 വാക്കിൽ കുറയാതെ ഉപന്യാസം എഴുതുക. 15 ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക. മദ്യപിക്കുന്ന ശീലം മാറ്റാനായി കൗൺസിലിംഗ്. മദ്യപിച്ച് ലക്കുകെട്ട് അത്യാഡംബര കാറിൽ ശരവേഗത്തിൽ പോവുകയും ആ വാഹനമിടിച്ച് 2 പേർ കൊല്ലപ്പെടുകയും ചെയ്ത കേസിൽ പ്രതിയായ 17-കാരന് ജുവനൈൽ കോടതി വിധിച്ച ശിക്ഷയാണിത്. മഹാരാഷ്ട്രയെ പിടിച്ചുകുലുക്കിയ പോർഷെ കാർ അപകടക്കേസിൽ ഒടുവിൽ എന്താണ് സംഭവിച്ചത്? പൂനെയിലെ കൊറേഗാവ് പാർക്കിനടുത്ത റോഡിൽ ഞായറാഴ്ച പുലർച്ചെ കാറിടിച്ചു മരിച്ച എഞ്ചിനീയർ അനീഷ് അവാധ്യയുടെ അമ്മയുടെ വാക്കുകളാണിത്. കൂടെ മരിച്ചത് പങ്കാളി അശ്വിനി കോസ്റ്റ. റോഡിൽ പൊലിഞ്ഞത് ഈ കുടുംബങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ്. വെറും വാഹനാപകടമെന്ന് തോന്നാമെങ്കിലും സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവങ്ങളാണ് പിന്നീട് കേസിൽ നടന്നത്. കേസിൽ കുറ്റവാളിയായ 17-കാരന് നിസ്സാര ശിക്ഷ പോലും കൊടുക്കാത്ത നടപടിക്കെതിരെ പൊതുസമൂഹം ഒന്നാകെ പ്രതിഷേധിച്ചപ്പോൾ അധികൃതർക്ക് മാറി ചിന്തിക്കേണ്ടി വന്നു. +2 വിജയം ആഘോഷിക്കാനാണ് 17-കാരൻ കൂട്ടുകാർക്കൊപ്പം എത്തിയത്. 2 പബ്ബുകളിലായി 17-കാരൻ ചെലവഴിച്ചത് 90 മിനിറ്റ്. മുടക്കിയതാകട്ടെ 48,000 രൂപയും. മദ്യലഹരിയിൽ പോർഷെ കാറിൽ ശരവേഗത്തിൽ പുറത്തേക്ക്. പൂനെയിലെ കല്യാണി നഗറിന് സമീപത്ത് വെച്ചാണ് അനീഷും ഐശ്വര്യയും സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ ഇരുവരും മരിച്ചു. ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കാർ ഓടിച്ച വിദ്യാർത്ഥിയെ ഉടൻ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പക്ഷേ വാഹനമോടിച്ച വിദ്യാർത്ഥിക്ക് പോലീസ് സ്റ്റേഷനിൽ ചിലവഴിക്കേണ്ടി വന്നത് വെറും 15 മണിക്കൂറിൽ താഴെ മാത്രം. റോഡ് അപകടങ്ങളെക്കുറിച്ച് ഉപന്യാസം എഴുതണം എന്നതടക്കമുള്ള ഉപാധികൾ പാലിക്കാമെന്ന ഉറപ്പിൽ ജാമ്യം കിട്ടി പുറത്തേക്ക്. സംഭവം പുറത്തറിഞ്ഞതോടെ വ്യാപക പ്രതിഷേധം തുടങ്ങി. പണവും സ്വാധീനവുമുള്ള വിദ്യാർത്ഥിക്കു വേണ്ടി ഭരണ സംവിധാനങ്ങൾ ഒന്നാകെ ഇടപെട്ടെന്ന് ആളുകൾ രോഷത്തോടെ പറഞ്ഞു. അതിനിടെ വിദ്യാർത്ഥിയും കൂട്ടുകാരും പബ്ബുകളിലിരുന്ന് മദ്യപിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ കൂടി പുറത്തായി. വിദ്യാർത്ഥിയുടെ പിതാവിനെ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. 2.5 കോടിയിലധികം വിലയുള്ള കാറിന് നിയമപ്രകാരം സംസ്ഥാനത്തടക്കേണ്ട 1,758 രൂപ പോലും അടച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. തുടർന്ന് വിദ്യാർത്ഥിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന്റെ തിരക്കിട്ട നീക്കം. റിയൽ എസ്റ്റേറ്റ് ബിൽഡറായ പിതാവ് പോലീസിനെ വെട്ടിച്ചു കടന്നു കളയാൻ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. കേസിൽ പ്രതിയാകുമെന്നുറപ്പായതോടെ ഇയാൾ സ്വന്തം കാറിൽ ഡ്രൈവറോട് ഗോവയ്ക്ക് പോകാൻ ആദ്യം പറയുന്നു. പിന്നീട് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ റോഡ് മാർഗം മുംബൈക്ക് പോകാൻ ശ്രമിച്ചു. വഴിമധ്യേ മറ്റൊരു വാഹനത്തിൽ മാറിക്കയറി. കാറിന്റെ GPS ട്രാക്ക് ചെയ്തും CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചും പോലീസ് ഇയാളെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ സംഭോജി നഗറിലെ ലോഡ്ജിൽ നിന്നും അറസ്റ്റിൽ. ഒടുവിൽ ജുവനൈൽ ജസ്റ്റിസ് പ്രകാരമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തി. അറസ്റ്റ് ചെയ്ത് പോകും വഴി ഇയാൾക്കെതിരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. വിദ്യാർത്ഥികൾ മദ്യപിക്കാനെത്തിയ പബ്ബുകളും പൂട്ടിച്ചു. സമ്പന്നനായ പ്രതിക്കും കുടുംബത്തിനും വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ മുട്ടിലിഴഞ്ഞെന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിച്ചതോടെ വിവാദം ആളിക്കത്തി. സ്റ്റേഷനിലെത്തിച്ച വിദ്യാർത്ഥിക്ക് ഭരണപക്ഷത്തുള്ള MLA സകല സഹായങ്ങളും ചെയ്തെന്നും ബർഗറും പിസയും വരെ വാങ്ങി നൽകിയെന്നും ആരോപണമുണ്ടായി. പണക്കാർക്കും പാവപ്പെട്ടവർക്കും രാജ്യത്ത് 2 നീതിയാണോ ഉള്ളതെന്ന് സംഭവം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി ചോദിച്ചതോടെ വിഷയം രാജ്യശ്രദ്ധയാകർഷിച്ചു. बस ड्राइवर, ट्रक ड्राइवर, ओला, उबर, ऑटो ड्राइवर्स अगर गलती से किसी को मार देते हैं तो 10 साल की जेल में सज़ा हो जाती है और चाबी उठा के वो फेंक देते हैं। मगर अगर अमीर घर का 16 साल का 17 साल का बेटा पोर्श गाड़ी को शराब पी के चलाता है और 2 लोगों की हत्या करता है तो उसे कहा जाता है कि ऐसे लिख दो। ऐसे ट्रक ड्राइवर से, बस ड्राइवर से क्यों नहीं लिखाते? കുറ്റക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന്റെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം എല്ലാവരും ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്ന സർക്കാർ സടകുടഞ്ഞെഴുന്നേറ്റു. മുഖ്യമന്ത്രി ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ഫഡ്നാവിസും ഒടുവിൽ പ്രതികരണവുമായെത്തി. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ജുവനൈൽ കോടതിയിൽ നിന്നുണ്ടായതാണ് നിരാശപ്പെടുത്തുന്ന സംഭവമെന്നുമാണ് സർക്കാർ പറയുന്നത്. 25 വയസ്സുവരെ വിദ്യാർത്ഥിക്ക് ഇനി ലൈസൻസ് നൽകില്ലെന്ന്
ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഉത്തരവിറക്കി. പ്രതിയെ പ്രായപൂർത്തിയായ ആളായി തന്നെ കാണണമെന്ന റിപ്പോർട്ടാണ് നൽകിയതെന്നും ഒരു പരിഗണനയും പ്രതിക്ക് നൽകിയിട്ടില്ലെന്നും പോലീസും വാദിച്ചു. ഒടുവിൽ 15 മണിക്കൂറിനകം വിട്ടയച്ച ജുവനൈൽ കോടതി തന്നെ വിദ്യാർത്ഥിയുടെ ജാമ്യം റദ്ദാക്കി ചിൽഡ്രൻസ് ഒബ്സർവേഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതി പ്രായപൂർത്തിയായ ആളായി തന്നെ കോടതി പരിഗണിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. ജൂൺ 5 വരെ വിദ്യാർത്ഥി ഇവിടെ തുടരും. കേസിൽ ഇനി എന്താകും തുടർ നടപടിയെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.